ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ഉത്ഥാനം. വേദഭാഗം 1 കൊരിന്ത്യർ 15:12-20 വരെ. കുറുവാക്യം 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നോമ്പു നാളുകളെ ധ്യാനത്തിലെ അവസാന ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചെല്ലാം നാം ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് നല്ലൊരു ഉത്ഥാന ദിനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. യേശു ദൈവമാണെന്ന് സത്യമാണ് ഉത്ഥാനം. യേശു 3-ാം ദിവസം ഉയർക്കുക വഴി മരണം അത്യന്തമല്ല, നിത്യതയുടെ നല്ലൊരു തുടക്കവും പ്രത്യാശയുമാണെന്ന് നമ്മെ പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും ദൈവിക പ്രത്യാശയിലേക്കുള്ള എഴുന്നേൽക്കലാണ് ഉത്ഥാനം. പാപത്തിൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും പുണ്യത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഉണർവാണ് ഉത്ഥാനം. ഉത്ഥാനം പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ആഘോഷമാണ്. അവിശ്വാസം മനുഷ്യനെ നിരാശയുടെ അന്ധകാരത്തിൽ തള്ളിയിടുമ്പോൾ വിശ്വാസം മനുഷ്യനെ പ്രത്യാശയുടെ തിരികൊളുത്തുന്നു. അടയ്ക്കപ്പെട്ട കല്ലറയുടെ ജീവിതശൈലിയിൽ നിന്നും തുറക്കപ്പെട്ട കണ്ടുമുട്ടലിൻ്റെ ജീവിതശൈലിയിലേക്ക് വളരുവാൻ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ആയതുകൊണ്ട് നാം തളർന്നിരിക്കേണ്ടുന്നവരല്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലുകൾക്ക് മുന്നിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ചുറ്റിലും പേടിപ്പിക്കുന്ന സംഭവങ്ങൾ നിറഞ്ഞ കൂരിരുൾ മൂടിയ ഇക്കാലത്ത് ഇന്ന് നാം ജീവൻ്റെ വെളിച്ചത്തിൻ്റെ ഈസ്റ്റർ ആഘോഷിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. ഈസ്റ്റർ മരണത്തിൽ നിന്നും ജീവനിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ക്രിസ്തു കടന്നതിൻ്റെ സ്മരണയാണ്. അതോടൊപ്പം നാമും സഹനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കവാടം കടന്ന് ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും നാളുകളിലേക്ക് പ്രവേശിക്കും എന്ന പ്രത്യാശയുടെ തിരിതെളിക്കപ്പെടുകയാണ്. ഇന്ന് നമുക്ക് സമർപ്പണത്തോടെ പറയാമോ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശു ക്രിസ്തു ഉയർത്തു. നാഥനെ ഞാൻ കണ്ടു, എന്നെ പേരുചൊല്ലി വിളിച്ചു. ഇനിയും എൻ്റെ ജീവിതം അവന് വേണ്ടിയുള്ളതാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ ജീവിതം നയിക്കുവാൻ ക്രിസ്തു നമ്മെ സഹായിക്കട്ടെ.